ആഭ്യന്തര കർമ്മത്തിൻ്റെ 14ാമത്തെ ബാച്ചാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ബാച്ച് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് സീനിയറായിട്ടുള്ള വർഷങ്ങളോളം സുപ്പീരിയറൊക്കെ ആയിട്ട് വരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തോംസച്ചനുണ്ട്, SABS കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് കോവിൻശാളമ്മയുണ്ട്, SS സിസ്റ്റേഴ്സുണ്ട്, CMC സിസ്റ്റേഴ്സുണ്ട്, അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ തോംസേട്ടനൊക്കെ ഇവിടെയുണ്ട്, ചെറുപ്പക്കാരായ ഡിബിൻ, അതുപോലെ പിന്നെ അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു പ്രത്യേക ബാച്ചാണ് ഇത്. അങ്കമാലിയിൽ ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ ബാച്ചാണ് നടക്കുന്നത്. ഇവിടുത്തെ അനുഭവം എല്ലാവരും നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം. നമ്മുടെ പ്രൊവിൻസിലെ പ്രിയപ്പെട്ട ജയിക്കപ്പച്ചൻ അമ്മത്രേസ്യയുടെ ഇൻറ്റീരിയർ കാസിനോട് ബന്ധപ്പെടുത്തി ധ്യാനം നടത്തുന്നു എന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് തന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നി. കർത്താവിൻ്റെ പരിപാലനയിൽ പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഈ ധ്യാനത്തിലൂടെ അമ്മത്രേസ്യയുടെ ആഭ്യന്തരകർമ്മത്തെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾ എനിക്ക് ലഭിച്ചു. എനിക്ക് 75 വയസ്സായി. ഇത്രയും നാളും ഉണ്ടായിട്ടും അമ്മത്രേസ്യയുടെ ഈ ആഭ്യന്തരകർമ്മം ആഴമായിട്ട് മനസ്സിലാക്കാനൊന്നും ശ്രദ്ധിക്കാത്തതിലുള്ള ചെറിയ കുറ്റബോധമുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് ഈ ധ്യാനത്തിലൂടെ ഒത്തിരി അമ്മത്രേസ്യയുടെ ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അത് ജീവിക്കാനുള്ള ദൃഢമായ പ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാനത്തിനൊരുക്കമായിട്ടുണ്ടായിരുന്ന ബാക്കി കാര്യങ്ങൾ, തുടക്കത്തിലുണ്ടായിരുന്ന പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കുമ്പസാരം, അതുപോലെ തന്നെ തലമുറകളിലെ സൗഖ്യം, പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ, പിന്നെ ആഭ്യന്തരകർമ്മത്തിലെ ഓരോ സദനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം വളരെ വളരെ നല്ലതായിരുന്നു, പ്രത്യേകതയാർജിച്ചായിരുന്നു. എല്ലാത്തിനും പ്രത്യേകമായിട്ട് ഈ ധ്യാനം നന്നായിട്ട് നടത്തുവാൻ ശക്തി കൊടുത്ത നല്ല ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുക. ജയിക്കപ്പച്ചൻ്റെ ഈ ആഭ്യന്തരകർമ്മ ധ്യാനം ഇത് ഞാൻ ശരിക്കും 3 ആഴ്ചയായിരുന്നുള്ളൂ അറിഞ്ഞിട്ട്. അപ്പോൾ ഞാനത് യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള പോൾ സാറിൻ്റെ നമ്പർ കണ്ട് സാറിനെ വിളിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഓർത്തു എന്നാ തിരക്കാണെങ്കിലും വേണ്ടിയല്ല, 9 ദിവസം ഈശോയ്ക്ക് വേണ്ടി നീക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാര്യം പറഞ്ഞാൽ ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. അത് കോൺവെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം എന്നാ ധ്യാനം അവർ വിചാരിക്കില്ലോ എന്ന് ഓർത്ത് ഞാൻ എന്നാന്നൊന്നും പറഞ്ഞില്ല, ധ്യാനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. സിസ്റ്റർ ലിൻസി ജർമ്മനിക്ക് പോകാനുള്ളതെന്ന്. എന്നാൽ ലിൻസിനെയും കൂട്ടി പോന്നേക്കാം, ആ കൊച്ചിനൊരു ഉപകാരമായിരിക്കുമല്ലോ. ഇവർ ഡെപ്തിലേക്ക് പോയി ഒരു റിട്രീറ്റൊക്കെ കൂടി ഭംഗിയായിട്ട് പോകുന്നത് നല്ലതാണെന്ന് തോന്നി സിസ്റ്റർ ലിൻസിനെ ഞാൻ കൂട്ടി പിടിച്ചു. ബാക്കി ആരോടും അങ്ങനെ പറഞ്ഞില്ല കാര്യമായിട്ടും. ഇപ്പോൾ ഏതായാലും എനിക്ക് വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. ഇപ്പം നമ്മുടെ നന്നായിട്ടൊന്ന് ഭംഗിയായിട്ട് നല്ല പ്രത്യേക രീതിയിലുള്ളതായിരുന്നു കുമ്പസാരം ഒരുക്കമൊക്കെ. അതുപോലെ എനിക്ക് ഈ ഫാമിലി ട്രീനെ കുറിച്ച് അതെനിക്ക് വലിയൊരു പിടിപാടില്ലായിരുന്നു. പിടിപാടില്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നേരത്തെ. പക്ഷേ എനിക്കിത് വളരെ നന്നായിരുന്നു. ആ കുമ്പസാരത്തിൻ്റെ ആ ദിവസത്തെ ഫുൾ സൈലൻസും അതുപോലെ ഫാമിലി ട്രീയുടെ ആ പ്രാർത്ഥിക്കുന്ന ദിവസത്തെ സൈലൻസും എല്ലാം നല്ലതായിരുന്നു. പിന്നെ അതുപോലെ പ്രാർത്ഥനയുടെ വിവിധ പടവുകളിൽ കൂടെ കടത്തി വിട്ടത് ഈശോയുടെ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ, ഇപ്പോൾ 7ാം സദനം വരെയുള്ള ഈ പ്രാർത്ഥനയുടെ വിവിധ പടവുകളുമൊക്കെ ഞാൻ ആഭ്യന്തരകർമ്മത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃസരണിയും കുറച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ഈ ധ്യാനത്തിലൂടെ കടന്നു പോയപ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടി നന്നായിട്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു ഞാൻ ധ്യാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് ശരിക്കും ഈ തമ്പുരാൻ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ലൈഫായിട്ടെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന. ശരിക്കും ഒത്തിരി കൃപയിൽ ദൈവം തന്നെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഒരു തീക്ഷ്ണത കുറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഒന്ന് ധ്യാനിക്കാൻ തോന്നണമെന്നൊരു ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ ഒരു ശകലം ഈ പറഞ്ഞ പോലെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ഒക്കെ ഒരു ഇടിവ് വന്നു തോന്നിയപ്പം ഒരു ധ്യാനിക്കാമെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് കടന്നു വന്നേ. അതെനിക്കതായാലും വളരെ ഫലപ്രദമായി എന്നെനിക്കറിയാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകും വളരെ ഭംഗിയായിട്ട് ഇത് ഒന്ന് ജീവിക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് പോൾ സാറേ, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ആഭ്യന്തരകർമ്മ ധ്യാനത്തെക്കുറിച്ച് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തതയൊന്നുമില്ലായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടണം. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയങ്കര കൊതിയുണ്ടായിരുന്നു, എപ്പോഴും ഈ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും കർത്താവിനോട് ചേർന്ന് നടക്കാൻ വേണ്ടി. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അതിനൊരു ഉത്തരം കിട്ടണം. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഒത്തിരി
ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കിട്ടാനുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഈ ധ്യാനത്തിലൂടെ വ്യക്തത കിട്ടി. അതുപോലെ തന്നെ ഈ എൻ്റെ മാനസിക ശാരീരിക ആത്മീയ തലത്തിലുള്ള ഒരു വിശുദ്ധീകരണം പ്രതീക്ഷിച്ചാണ് വന്നത്. അതെല്ലാം എനിക്ക് കിട്ടി. അതുപോലെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഈ കുടുംബ വിശുദ്ധീകരണം, കുടുംബ വൃക്ഷ വിശുദ്ധീകരണം എനിക്ക് ഒത്തിരിയേറെ ഉപകാരപ്രദമായിരുന്നു. കാണാതെ കിടക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താനും, അതുപോലെ നമ്മുടെ ബുദ്ധി, ഭാവന, ചിന്ത ഇതെല്ലാം ഒന്ന് വിശദീകരിക്കാനും ഒക്കെ സാധിച്ചു. അതുപോലെ ഒരു നല്ല കുമ്പസാരം നടത്തി ഒരു ആത്മീയമായിട്ടുള്ളൊരു നല്ല ഒരു വെളിച്ചം എൻ്റെ പ്രകാശത്തിലേക്ക് വന്നു. അതുപോലെ രാവിലത്തെ ധ്യാനത്തിലൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു സ്നേഹാനുഭവത്തിൽ ഈശോയെ നിരന്തരം എൻ്റെ അടുത്തുണ്ടെന്നും, അപ്പോൾ എന്നെ എല്ലാം നല്ലതായിട്ട് അറിയുന്ന ഒരു കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ വസിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു നല്ല ബോധ്യം എനിക്ക് കിട്ടി. ഇങ്ങനെ ഈശോയെ പിരിയാതെ എപ്പോഴും മദ്രസയൊക്കെ പോലെ എപ്പോഴും കർത്താവിൻ്റെ കൂടെ നടന്ന് ആളുകൾക്കെല്ലാം നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒത്തിരി അഭിഷേകം കിട്ടണം എന്നുള്ളൊരു എൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട്. അത് ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പ്രാർത്ഥന യാചിക്കുന്നു. ഒരനുഭവം ഉണ്ടായി. അച്ഛന് രണ്ടാമത്തെ ദിവസം നെറ്റിയോ കുരിശ് വരച്ചപ്പം എനിക്ക് ഇങ്ങനെ ഉറക്കമൊന്നുമില്ലായിരുന്നു. അച്ഛനങ്ങനെ വെച്ച് കഴിഞ്ഞു, കുരിശ് വരച്ച് കഴിഞ്ഞപ്പം എനിക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മോൻ പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ വന്നത്. സാറിനെ വിളിച്ചു, സാറിനെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് മേലാതിരിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അസുഖമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പണിക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു പണിക്ക് പോകണം, ധ്യാനത്തിന് പോകുന്ന കാര്യം പറഞ്ഞില്ല. അന്നേരം സാറിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു ധ്യാനം ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഒരു ഡേറ്റ് കിട്ടി, ഞാനിങ്ങ് പോകുന്നു. ഞാൻ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട്, അതായത് എനിക്ക് ഉറപ്പോ അങ്ങനെ ഒരു കേസ് കേട്ടോ ഈ പകരമുണ്ടായിട്ടില്ല. പിന്നെ അത് തന്നെയല്ല, അച്ഛൻ ബൈബിളിൻ്റെ ഓരോ വചനം പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ മറ്റു കൂടിയ ധ്യാനം കൂടിയതിനേക്കാളും കൂടുതൽ അനുഭവം എനിക്ക് ഈ ധ്യാനത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുതന്നെ ദൈവത്തിന് വലിയത് നന്ദി പറയും. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. സങ്കീർത്തനം 34:8 ഈ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈശോ എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ ഈ അവസരം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നതെങ്കിലും ഈശോ എന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കാൻ ഒരുക്കി തീർത്ത ഒരു ധ്യാനമായിരുന്നു ഇത്. കാരണം ഞാൻ ന്യൂഷീറ്റിൽ ആഭ്യന്തര കർമ്മങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു കോണ്ടസ്റ്റ്, അച്ഛനിട്ട മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരികയും ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് അത് തുറന്ന് നോക്കുകയും അപ്പോൾ OCD ഫാദേഴ്സ് നടത്തുന്ന ധ്യാനം, ഞാൻ വെക്കേഷൻ കാലത്ത് 2 മാസം ഫുൾ ടൈം തന്നെ ആവില സദൻ OCD ആശ്രമത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഞാൻ സ്വന്തം പോയി ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ആഴപ്പെടുന്ന നിമിഷങ്ങളിൽ അവിടെ ആയിരിക്കുന്ന കാർമലൈറ്റ് വിശുദ്ധരെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും, അപ്പോൾ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിൽ ആഴപ്പെടുവാൻ ഒരു CMC സിസ്റ്ററാണെങ്കിലും എനിക്കിതുവരെ സാധിച്ചിട്ടില്ലാത്തത് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ് എന്ന് ദുഃഖത്തോടെ ഞാൻ ഓർത്തു. അങ്ങനെ ഒരു കോണ്ടസ്റ്റിലാണ്, ആരും തന്നെ നിർബന്ധിച്ചു വിട്ടതല്ല, ഞാൻ സ്കൂൾ ടീച്ചറാണ്. എന്നാൽ പോലും ദൈവം എന്നെ മുൻകൂട്ടി തന്നെ ഈ ഓണപരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള മിഡ് ടേം പരീക്ഷകളും സിലബസും എല്ലാം ഈശോ എന്നെ മുൻകൂട്ടി നേരത്തെ തന്നെ എല്ലാം തീർത്ത് വെച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്നെ ഒരുക്കി. എന്തായാലും ഈ ധ്യാനം എനിക്ക് നല്ലൊരു അനുഭവം എന്നല്ല, ഞാൻ 27 വർഷമായി സിസ്റ്ററായിട്ട്
പക്ഷേ എനിക്ക് ഇനി ദൈവത്തെ അനുഭവിക്കാൻ ഈ ഒരു ധ്യാനത്തിലൂടെ ഇത്രയും കാലം ഞാൻ ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരു ധ്യാനമായിരുന്നു ഇത്. എനിക്ക് എല്ലാ ഫ്രീ ടൈമും നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഒരു സമയം പോലും ഞാൻ വേസ്റ്റ് ആക്കാതെ കൂടുതൽ ദൈവാനുഭവത്തിലായിരിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഈശോയുമായിട്ട് ഒന്നായി തീരണം, കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിൽ ആഴപ്പെടണമെന്ന എൻ്റെ അതിയായ ആഗ്രഹം ഞാൻ സ്വന്തം തീരുമാനമെടുത്ത് പ്രോൺഷ്യലമ്മയോട് ചോദിച്ച് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു. കാരണം ഞാൻ ഒത്തിരി ആന്തരിക സംഘർഷങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും എല്ലാം കടന്നുപോയ അവസരങ്ങളിലും അതൊന്നും എൻ്റെ ദൈവവിളിക്ക് ഒരു തടസ്സമായി വരാതെ ഈശോയെ അള്ളിപ്പിടിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് പോലെ എനിക്ക് ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, എല്ലാം കടന്നു പോകും, എല്ലാം കടന്നു പോകുമെന്ന്. ഈ ഒരു പാട്ടാണ് ഈ അവസാന നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ദൈവത്തിൽ ഒന്നാകാൻ കിട്ടിയ അവസരം, ഇതിനെ ഞാൻ ആഴപ്പെടുത്തും. ഞാൻ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു, നന്നായിട്ട് സമയം ഉപയോഗിച്ചു, നന്നായിട്ട് ധ്യാനിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഓരോ ആത്മീയ ശുശ്രൂഷകളും നന്നായിട്ട് എനിക്ക് ഉൾക്കൊള്ളാനും നല്ലൊരു അനുഭവത്തിലേക്ക് വരാനും എനിക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനും ഒരുപാട് നന്ദി. അച്ഛന് കൂടുതൽ ആത്മാക്കളെ രക്ഷിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുമേ നിന്നെ അലട്ടാതിരിക്കട്ടെ, ഒന്നുമേ ഭീതി നൽകിടാതെയും സർവ ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വേറിട്ടിന്നെന്തു വേണ്ടു. ഏറെ ക്ഷമയോടെ ഏതും സഹിക്കുന്നോർ വീറോടെ കൈവശമാക്കും സർവം. ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വേറിട്ടിന്നെന്തു വേണ്ടു. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എബിൻ. ഞാൻ ഈ ആഭ്യന്തരഹർമ്മ ധ്യാനത്തെക്കുറിച്ച് കേൾക്കുന്നത് നന്മമരം എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ തൊട്ട് എന്നെ അത് വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി എന്താ പറയുക, മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശാന്തതയിൽ നിശബ്ദതയിലൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ധ്യാനമാണെന്ന് ഞാൻ കേട്ടു. അന്ന് തൊട്ട് ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഞാൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യത്തെ തവണ കോണ്ടാക്ട് ചെയ്തപ്പം ഇവിടുത്തെ ഡേറ്റിന് എനിക്ക് ലീവ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ കറക്റ്റ് ഈ സമയത്ത് ദൈവം സഹായിച്ച് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടി. ഞാൻ ഇതിനു മുമ്പ് ഒരു 5-6 ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിപരീതമായി ഇത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ആഗ്രഹിച്ച എന്താണോ അതെനിക്ക് കിട്ടി. എനിക്ക് പണ്ടോട്ട് ഈ മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഇത് നമ്മളെ മനസ്സിനോടല്ല, നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവവുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധത്തിൽ ആവുന്ന ഒരു ടൈപ്പ് ധ്യാനമാണ്. എനിക്ക് കൂടുതൽ നിങ്ങൾ പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ തീർച്ചയായും ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു 9 ദിവസത്തെ ഒരു വലിയ ധ്യാനമാണ്, 9 days. പിന്നെ ഈ 9 days ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി എക്സ്പെൻസീവാണ് പുറത്തുനിന്നുള്ളവർക്ക് നോക്കുമ്പം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ധ്യാനമാണ്. അത് ഞാൻ ബിഗിനേഴ്സിനൊട്ടും സജസ്റ്റ് ചെയ്തില്ല. കാരണം 2-3 നോർമൽ ധ്യാനങ്ങൾ കൂടി ഒരു ബേസ് ആയവർക്കാണ് ഇത് കുറച്ചും കൂടെ നല്ലത്. അപ്പം അങ്ങനെ വന്ന് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് കൂടണം. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജേക്കബ് അച്ഛനാണെങ്കിലും കേണൽ സാറാണെങ്കിലും ഞാനും കൂടാൻ വന്നവരാണ്. ഇപ്രാവശ്യത്തിൻ്റെ ടീമൊക്കെ ആൽമാരും സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് അച്ഛനൊക്കെ ആയിട്ട് നല്ലൊരു ടീമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എങ്ങനെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും വളരെ നല്ലൊരു ധ്യാനമായിരുന്നു. ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും ഇതുപോലെ ധ്യാനങ്ങളൊക്കെ കൂടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ഗോഡ്.